ഗ്രൂപ്പിലെല്ലാവർക്കും ആദിത്യ സ്കൂൾ ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെജിൻ, കോഴിക്കോട് ചാത്തമംഗൽ എന്ന സ്ഥലത്തുള്ള ആളാണ്. ഞാനിപ്പോൾ ഒരു 3 മാസമായി 2 യൂണിറ്റ് മുകളിലെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സാറും മേഡവും നമ്മളെ നൗഫൽക്ക, സുരേഷ് ഏട്ടൻ എല്ലാവരും ഫാം കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഇവർ വരാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ കാരണം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ കുറച്ചുകൂടി വലുതായിരുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് എന്തൊക്കെ അഭിപ്രായം പറയുന്നു അതിനനുസരിച്ച് വേണം നന്നാക്കാൻ എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ച് അസുഖമൊക്കെ വന്നപ്പോൾ കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ട്. അത് എനിക്ക് തന്നെ മനസ്സിലായി എന്തൊക്കെയാണ് എന്നുള്ളത് ഏകദേശം. അപ്പോൾ വന്നപ്പോൾ സാറത് പറയുകയും ചെയ്തു, എല്ലാവരും അഭിപ്രായം പറഞ്ഞു. വലിയൊരു കുഴപ്പമില്ല എന്നുള്ള ഇതാണ് പറഞ്ഞത്, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ പെല്ലറ്റിൻ്റെ കാര്യം നമ്മൾ ഗോദ്രേജിൻ്റെതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഗോദ്രേജിൻ്റെ അവൈലബിൾ അല്ലാതെ വന്നപ്പോൾ ഞാനൊരു വേറൊരു പെല്ലറ്റ് മേടിച്ചു. അപ്പോൾ അത് മുതൽ കാര്യമായിട്ട് ഭക്ഷിക്കുന്നില്ല, പക്ഷേ കിട്ടാതെ വന്നപ്പോൾ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഞാനപ്പോൾ അത് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി ആരും ഇനി ആ പെല്ലറ്റ് വന്നില്ലെങ്കിൽ ടൈപ്പിട്ട് കൊടുക്കാമെന്നാണ് ഉള്ളത്, ഒപ്പിച്ച് കൊടുക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ട്രൈ ചെയ്യുക, മാറ്റി കൊടുക്കണ്ട. ഇനിയിപ്പോൾ എനിക്ക് പറ്റിയൊരു ഫോൾട്ട് എന്നുള്ള കണ്ടീഷനിൽ ഞാൻ പറയുകയാണ്. അപ്പം ഇവർ നമ്മളെ ഫാം വന്ന് കാണാൻ വരുമ്പോൾ അതല്ല, ഇപ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെ നൗഫൽക്ക പല പ്രാവശ്യമായിട്ട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അഡ്രസ്സ് ഇനി അയക്കാത്തവരുണ്ട്, അപ്പോൾ അയക്കാൻ വേണ്ടിയിട്ട് മെമ്പർമാർ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇവർ വന്ന് കഴിഞ്ഞ് പറയുമ്പോഴാണ്, നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഇവർ വന്ന് പറയുമ്പോഴോ, നമ്മളിപ്പോൾ ഒരു പുതിയ ഫീൽഡിൽ ഇറങ്ങി വന്ന് പറഞ്ഞ് ചെറിയ ചെറിയ പാളിച്ചകളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ വന്ന് പറഞ്ഞ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ പറയുമ്പോഴും നമ്മൾ കാണുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്നത് ഒക്കെ കറക്റ്റ് ആയിരിക്കും എന്നുള്ള കണ്ടീഷനിലാണ് ചിന്തിക്കുക. അപ്പോൾ ഇവർ വന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ തീരെ ചിന്തിച്ചില്ല പെല്ലറ്റിൻ്റെ കാര്യം, സാറ് പറഞ്ഞതിൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല. ഇപ്പോൾ ഇവർ വന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഇനി മേലാലും ഞാനത് ചെയ്യില്ല എന്നുള്ള, കാരണം മുയലിൻ്റെ രക്ഷയാണ് നമുക്ക് വലുത്. സുഖമില്ലാതെയായി പോകുന്ന കണ്ടീഷനാണ്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. എൻ്റെ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് 1-2 മുയൽ മരിച്ചു പോയിട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു ജലദോഷം വന്ന സമയത്ത്, ആ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് കൊണ്ടുപോകുന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്കത് ശരിക്കും മനസ്സിലാവാത്ത പ്രശ്നം കൊണ്ട് അപ്പോൾ ഇവരുടെ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാനത് അത്ര ജലദോഷം എന്നുള്ള കണ്ടീഷനല്ലേ, അപ്പോൾ നമ്മൾ സാധാരണ ഒരാളെ പോലെ എന്നുള്ളൊരു കണ്ടീഷനിൽ ഞാൻ അങ്ങ് വിട്ടുപോയി. അതിൽ ക്ഷീണം കുടുങ്ങിയതായതാണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ പാളിച്ചകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പം വന്ന് പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടി നന്നാക്കണം തന്നെയാണ് എനിക്കെൻ്റെ ആഗ്രഹം. അപ്പോൾ നല്ല രീതിയിൽ അപ്പോൾ ഒരു ഫാം ഇൻസ്പെക്ഷൻ വരുമ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും അയച്ചു കൊടുക്കുക അഡ്രസ്സ്. എന്നാലും നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ. ഇനി എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ നൗഫൽക്ക പറയും, എക്സ്പീരിയൻസ് ആയിട്ടുള്ള. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ എന്ന നമ്മുടെ ദൗത്യവുമായി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കോഴിക്കോടുള്ള മിസ്റ്റർ ഷെജിൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഫാമിലാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ ഏകദേശം ഒരു 3 മാസം ആയിട്ടുള്ളൂ. കാര്യങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ. അപ്പോൾ നമ്മൾ വന്ന് കണ്ടപ്പോൾ നമുക്കങ്ങനെ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള പോയിന്റുകളൊന്നും ഇവിടെ അങ്ങനെ കിട്ടിയിട്ടില്ല. കാരണം നമ്മളൊരു ഫാമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തിരയുന്നത് അതാണ്. കാരണം നെഗറ്റീവ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതൊരു പോസിറ്റീവായി മാറ്റണം. അപ്പോഴാണ് 100% വിജയത്തിലേക്ക് ഇവർക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മാഷ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരു നല്ലോണം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങളും നിർദ്ദേശങ്ങളും സാറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി വരുന്നു. ഷെഡൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്, നല്ല എയർ പാസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ഇപ്പോൾ ഇതുപോലെ ഒരു കേജ് കൂടെ അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം കൂട് നമുക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. നമ്മൾ ഒരുപാട് കൂടുതൽ കാശ് കൊടുത്തിട്ട് ഇത് പുറത്തുനിന്ന് ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം വലിയൊരു എമൗണ്ട് നമുക്ക് ആ കൂടിഞ്ഞു വരും. പിന്നെ EM സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫാമിനകത്ത് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ ആശാനിൽ ചെയ്ത അതേ അളവിലും കാര്യങ്ങളും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വലിയ കോസ്റ്റൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ടായാൽ മതി. നമ്മൾ ആശാനിൽ തരുന്ന കൂട് അത് നമ്മളൊരു റോൾ മോഡലായി കാണും. അതേ രീതിയിൽ അതേ അളവിൽ നമ്മൾ കൂടുകൾ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇവിടെ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ മുയൽ കർഷകരോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ലോണിൻ്റെ ഒരു സംഭവം അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തതാണ്. അപ്പോൾ അത് ഇത്ര കാലം നമ്മുടെ പശു വളർത്ത്, ആട് വളർത്ത്, അതുപോലെ മറ്റുള്ള കൃഷികൾ അതിനൊക്കെ ഇത് കിട്ടിയിരുന്നു, ലോണായിട്ട് കിട്ടിയിരുന്നു. നമ്മുടെ മുയൽ കൃഷി ഈ ഒരു രംഗത്ത് അത് ഇതുവരെ കിട്ടിയിരുന്നില്ല.
അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പായിട്ട് നമ്മുടെ മിതാജ് സാറിൻ്റെ അടുത്ത് ഇതിൻ്റെ ഓഫീസിൽ നിന്ന് അവർ വിളിക്കുകയും ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. അത് കൊട്ടേഷനും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാണ് മുയലിനെ കൊടുക്കുന്നത്, എത്രക്കാണ് തിരിച്ചെടുക്കുന്നത്, അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും അന്വേഷിച്ച് അതിൻ്റെ ഫുൾ റിപ്പോർട്ട് സാറ് അവർക്ക് കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വക എന്താ വെച്ചാൽ, ഇപ്പോൾ അത് നമ്മുടെ ഈ ഒരു മുയൽ കൃഷിയും കൂടി ആ ഒരു ലോണിൻ്റെ ഒരു പരിധിയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ കർഷകർക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. അത് എമൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് നെറ്റിൽ കയറി സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അതിൻ്റെ 5 വർഷം കണ്ടാണ് അതിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് തരുന്നതൊക്കെ അറിയാൻ കഴിഞ്ഞത്. അത് കറക്റ്റായിട്ടല്ല, അത് നിങ്ങൾ നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ സാറ് നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പേഴ്സെല്ലാം കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് നമുക്കിങ്ങനെ നല്ലൊരു അവസരം നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് നെറ്റിൽ കയറിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് മാക്സിമം എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഗവൺമെൻറ് നമുക്ക് തരുന്നൊരു ആനുകൂല്യങ്ങളാണ്. നമ്മൾ കിട്ടുന്നത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്കൊരു നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ പണം ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുക. നമ്മൾ അതിന് വേണ്ട എമൗണ്ട് എടുത്ത് ഉപയോഗിക്കുക, ബാക്കി അതിലേക്ക് തിരിച്ചടക്കുക. അങ്ങനെ ഒരു സിസ്റ്റമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സാറിൻ്റെ ഇതേ ഒരു ഫാമിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും നെഗറ്റീവ്സ് ഒന്നും നമുക്ക് പറയാനില്ല. ഗ്രൗണ്ട് മണ്ണ് തന്നെയാണ്, ഷീറ്റ് കെട്ടിയിട്ടില്ല, ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. ചൂട് പൊതുവെ കുറവാണ്. പക്ഷെ എങ്കിലും മുകളിൽ ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ പച്ചനെറ്റ് മാറ്റിയിട്ട് ഇവിടെ കമ്പി കെട്ടിയിട്ട് ഓല നിരത്തിടാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനായിട്ട് കൂടുതൽ ചൂടിനെ തടഞ്ഞു നിർത്താൻ അതാണ് ഒന്നുകൂടി സഹായിക്കുക. അപ്പോൾ അത് അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വേറെ കാര്യങ്ങളൊന്നുമില്ല. സ്മെല്ലിൽ EM ഉപയോഗിക്കുന്നുണ്ട്. മണ്ണിൻ്റെ പാത്രത്തിന് വെള്ളം കൊടുക്കുന്നത് ഒക്കെ നമ്മൾ ആശയം എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് ഫാം ഇദ്ദേഹം കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ വിജയം കണ്ടു തുടങ്ങുന്നുണ്ട് ഇവിടെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മിതാജ് സാറിൻ്റെ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ അതേപോലെ നമ്മൾ നമ്മുടെ ഫാമിൽ നടപ്പിലാക്കുക. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാമിംഗ് സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി. അത് 2 കിലോന്റെ മുകളിലുണ്ടാവും. ഞാൻ ഒരു ദിവസം വിട്ടു പുറത്തേക്ക്, അപ്പൊ അവിടെ കുഴിയാക്കി. അത് കുഴപ്പമില്ല, ഓടി നടക്കട്ടെ, സ്പീഡൊന്നും കണ്ടോളൂ. മണ്ണ് കുളിച്ച് തണുത്ത് അത് നാച്ചുറലായിട്ടുള്ള ഒരു ജീവിയല്ലേ. അപ്പൊ മണ്ണ് കാണുമ്പോൾ എന്തായാലും അത് ആ മണ്ണിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമുക്ക് ശാസ്ത്രീയത എന്ന് പറയാം. അതൊരു പേരായിട്ടുണ്ടാവില്ലേ?